ഹലോ മച്ചാന്മാരെ, എല്ലാവരും സജീസ് വ്ളോഗ്സ് എന്ന് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പം കാണുന്നത് നമ്മൾ ചൈന കേജാണ്. 2 അടിയുടെ 2 ചൈന കേജും 2.5 അടിയുടെ 5 ചൈന കേജാണ് ഉള്ളത്. അപ്പം നമ്മളിത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ പേഴ്സായിട്ട് വിളിക്കുക. 2.5 അടിയിൽ ട്രോ ഇല്ല, അതിൻ്റെ ബാക്കി ആക്സസറി സാധനങ്ങളൊക്കെ ഉണ്ട്, എന്നുവെച്ചാൽ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന നമ്മളെ ഇന്ന് ട്രാൻസ്പോർട്ടേഷനാണ്. ഇത് അവരെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്, തീറ്റയും വെള്ളം വയ്ക്കുന്ന പാത്രമാണ്. ഇതേമാതിരി നമ്മൾ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ പാക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്, നമ്മളെ കേജും കാര്യങ്ങളും വാങ്ങിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ട്രോയും കാര്യങ്ങളൊക്കെ നമ്മൾ വച്ചിരിക്കും. അതേമാതിരി ചൈന കേജ് കാര്യങ്ങളൊക്കെ താഴെ വച്ചിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ 4 സൈഡിലും ഇതേമാതിരി നല്ല കട്ടിയുള്ള കമ്പി ഉപയോഗിച്ച് കെട്ടി വയ്ക്കും. ഓക്കെ, അതേമാതിരി 4 സൈഡിൽ എന്ന് വെച്ചാൽ അതിൻ്റെ വേറെ നമ്മൾ കേജും കാര്യങ്ങളൊക്കെ വേറെ കുഴപ്പം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് നമ്മളെ മുയലുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന നമ്മൾ ബേഴ്സായാലും എന്തെന്നാലും നമ്മൾ റേറ്റും കാരണം പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുക, നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളാണ്, റെഡ് ഐ മുയൽ കുഞ്ഞുങ്ങളാണ്. ഏകദേശം എല്ലാവരും കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഇതിൽ വന്നിട്ട് 2 മെയിലും 1 ഫീമെയിലും അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള 3 പേരും. ഓക്കെ, അങ്ങനെയായിട്ടാണുള്ളത്. അപ്പം 2 മെയിലുണ്ട്, അതേമാതിരി കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്, ഒരു തള്ളയുണ്ട്. ടോട്ടൽ 6 പേരാണ് ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ 6 പേര് നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുക. ആൾക്കാരല്ല, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രായാണ് നിങ്ങളാണ് കൊടുക്കേണ്ടത്. ഇത് എല്ലാം മെയിലുകളാണ്. ബാക്കി അതിലൊരു ഫീമെയിലും അതിൻ്റെ 3 കുട്ടികളും ഉണ്ട്. അപ്പോൾ അതിൽ എത്ര മെയിലോ ഫീമെയിലെന്ന് ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മൾ ആഫ്രിക്കൻ പക്ഷികളാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞൻ പക്ഷികളാണ്, കുറേ പേർക്ക് അറിഞ്ഞൂടാ. പണ്ട് കാലങ്ങളിൽ ഈ ഗ്രീൻ ഫിഷർ ഒപ്ലൈനാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഏകദേശം ഒരു 50,000 പേർ റേറ്റ് ഉണ്ടായിരുന്ന ബേഡാണ്. ഇപ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളൊക്കെ ആണെങ്കിൽ അത്ര റേറ്റൊന്നും വരില്ല, അത്യാവശ്യം വില കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്, നല്ല രസമാണ്. അപ്പം ഇത് ക്ലോസ് റിങ് ബേഡാണ്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ടായിരിക്കും. അത് ഇമ്പോർട്ടഡ് ബേഡാണ്, ഗ്രീൻ ഫിഷർ ഒപ്ലൈന്. ഇത് വന്നിട്ട് ലൂട്ടിനോ ഫിഷറും അതേമാതിരി ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും ആയിട്ടുള്ളൊരു ബേഡാണ്. ഇത് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ്. ക്ലോസ് റിങ് ബേഡാണ്, DNA കാര്യങ്ങളൊന്നുമല്ല, ക്ലോസ് റിങ് ബേഡാണ്. ബോൺ ചെക്ക് ചെയ്ത് നമ്മൾ പെയറാക്കിയ ബേഡുകളാണ്. ഏകദേശം 3-4 മാസം പ്രായമായ ബേഡുകളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ലൂട്ടിനോ ഫിഷർ. അടുത്തായിട്ട് വന്നിട്ട് നമ്മുടെ ഇതൊരു കൺഫേം സെറ്റിൽഡ് പെയറാണെന്ന് വെച്ചാൽ അവർ ചട്ടിയിൽ നെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെയറാണ്. അതിൽ ഫീമെയിൽ വന്നിട്ട് ഈ റെഡ് ടോപ്പിലേനും അതേമാതിരി മെയിൽ വന്നിട്ട് ആ പൈഡുമായിട്ടുള്ള ഒരു പെയറാണ്. അവർ കൂടും കാര്യങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ യൂട്യൂബ് ഇതിൽ കാണുന്നുണ്ട്. അടുത്തായിട്ട് വന്നിട്ട് ആൽബിനോ ഫിഷറാണ്. പ്യുവർ വൈറ്റ് വന്നിട്ട് കണ്ണ് റെഡ് ഐ ആണ്, നല്ല രസമാണ് അവരെ കാണാൻ. അപ്പം ഇവരെ പോലെ തന്നെയാണ് ലൂട്ടിനോ ഫിഷർ. ലൂട്ടിനോ ഫിഷർ മഞ്ഞയിൽ വന്ന് ഹെഡിൽ നമ്മൾ റെഡായിരിക്കും. ആൽബിനോ ഫിഷർ പ്യുവർ വൈറ്റ് വന്നിട്ട് കണ്ണ് റെഡായിരിക്കും. അപ്പോൾ നല്ല രസമാണ്. ഇത് ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ്. ക്ലോസ് റിങ് ബേഡാണ്. ഏകദേശം 3 മാസം പ്രായമായ ബേഡുകളാണ് ഇവരെല്ലാം. പിന്നെ വന്നിട്ട് നമ്മുടെ ആൽബിനോ ഫിഷറിൻ്റെ ഒരു ബാച്ചാണ് കാണിക്കുന്നത്. ഇവർ ബ്രീഡിംഗ് പെയറുണ്ട്, അതേമാതിരി എല്ലാം ബ്രീഡിങ് 1 ഇയറിന് മേലായിട്ടുള്ള ബേഡുകളാണ്. ഇതൊക്കെ നമ്മളൊരു കൺഫേം പെയറാക്കി ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കി തരുന്നതായിരിക്കും. കൺഫേം പെയർ ഇതിലുണ്ട്. ഇത് ബാച്ചായിട്ട് ഒരുമിച്ചെടുക്കാൻ താല്പര്യമുള്ള ഒരുമിച്ചെടുക്കുക. ഏകദേശം 9 പീസോളം അവൈലബിൾ ആണ്. അപ്പം ഒരുമിച്ചെടുക്കാൻ താല്പര്യം ഒരുമിച്ചെടുക്കുക. സിംഗിൾ പെയറായിട്ടാണെങ്കിൽ പെയറായിട്ട് തരുന്നതായിരിക്കും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ DNA കാര്യങ്ങളൊന്നുമില്ല. 1 ഇയർ ആയതുകൊണ്ട് നമുക്ക് ഒരുവിധം പെയറാക്കി തരാൻ പറ്റും, 100% പെയറാക്കി തരാൻ പറ്റും. അടുത്തായിട്ട് വന്നിട്ട് നമ്മുടെ വയലറ്റും അതേമാതിരി മാവോ കളർ കാണാത്തവർ കാണുക. ഇതാണ് മാവോ, ഒരു ബ്ലാക്കും അല്ല എന്നാൽ ഒരു വൈറ്റ്, ഒരു എന്തോ ഒരു പ്രത്യേക ഒരു കളർ, നമ്മൾ ചാമ്പൽ കളർ പോലെ പറയാൻ പറ്റും. അതാണ് മാവോ. അത് കഴിഞ്ഞ് വയലറ്റ്, അങ്ങനെയായിട്ടുള്ളൊരു പെയറാണ്. എന്നിട്ട് ഇത് ഗ്രീൻ ഫിഷർ ഒപ്പലേനും അതേമാതിരി ലൂട്ടിനോ ഫിഷറായിട്ടുള്ളൊരു പെയറാണ്. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കേജും കാര്യങ്ങളൊക്കെ കിട്ടേണ്ട അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ്, വേറെ കുഴപ്പം കാര്യമൊന്നുമില്ല. എല്ലാം ക്ലോസ് റിങ് ബേഡുകളാണ്. ഇതെല്ലാം ബോൺ ചെക്ക് ചെയ്ത് നമ്മൾ കൺഫേമായിട്ട് പെയറാക്കിയതാണ്. വേറെ അസുഖ കാര്യങ്ങളൊന്നുമില്ല, പേടിക്കാൻ വേണ്ട. നമ്മൾ അങ്ങനെയുള്ള ബേഡുകളൊന്നും അങ്ങനെ കൊടുക്കുകയില്ല, നമ്മളതിൽ അങ്ങനെ വരയില്ല. ഓക്കെ, നമ്മൾ അത്രയും നല്ല രീതിയിലാണ് വളർത്തുന്നത്. അടുത്തായിട്ട് വന്നിട്ട് പാർ ബ്ലൂ മാസ്കും അതേമാതിരി വൈൽഡ് മാസ്കും ആയിട്ടുള്ള ഒരു പെയറാണ്. ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ്. അപ്പം
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ബേഡുകൾ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുക. റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. അടുത്തായിട്ട് വന്നിട്ട് ലൂട്ടിനോ പീച്ചും മാർബിൾ ഒപ്പിനായിട്ടുള്ള ഒരു കൺഫേം ബ്രീഡിംഗ് പെയറാണ്. അപ്പം ഇനി കാണിക്കുന്ന ഏകദേശം ബ്രീഡായ ബേഡുകൾ ബ്രീഡിംഗ് പെയർ എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതായ കൺഫേം ബ്രീഡിംഗ് പെയറാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുക. വിളിച്ച ഉടനെ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൂടെ ചെയ്ത് തന്നാൽ നമ്മൾ പിറ്റേ ദിവസം എന്നാണോ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുള്ള അടുത്ത ദിവസം വിടുന്നതായിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റ് ആയിട്ടുള്ള പെയറാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ കണ്ണ് റെഡായി ഉള്ള ബേഡാണ് ലൂട്ടിനോ ഫിഷർ. അത് ലൂട്ടിനോ ഫിഷർ ഇറങ്ങുന്നതായിരിക്കും. നമ്മൾ ലൂട്ടിനോ ഫിഷർ നമ്മൾ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്പ്ലിറ്റായിട്ട് ഇറങ്ങിയ ബേഡാണ്. ഇത് നല്ല രീതിയിൽ ലൂട്ടിനോ ഫിഷറിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതൊരു കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഏകദേശം 2 വയസ്സോളം പ്രായമുണ്ട്. അടുത്തായിട്ട് വന്നിട്ട് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും അതേമാതിരി നമ്മുടെ പാർബ്ലൂ ഓപ്ലെ